എല്ലാം അമ്മയുടെ മുന്നിൽ പുറത്താവുന്ന സ്ഥിതിക്കേ മരുമോളായി വന്നിരിക്കുന്നത് വിദ്യയല്ല എന്നുള്ള സത്യം അങ്ങ് പറഞ്ഞാലോ? അതല്ലേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ സത്യം അറിഞ്ഞ നമ്മളെയൊക്കെ മുന്നിൽ നിർത്തി വെടിവെച്ച് കൊല്ലും അമ്മ. എല്ലാം അറിഞ്ഞിട്ട് അമ്മയോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരിക്കും പിന്നെ വഴക്ക്. അയ്യോ, ഞാനെല്ലാം ചെന്ന് അമ്മയോട് പറയാൻ പോവാ. എന്റെ ഏട്ടത്തി ഈശോയുടെ പേര് കേട്ടാ തന്നെ നമ്മുടെ ഹാലിളകുമെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചേട്ടന് മാത്രമേ അമ്മ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലീസ് പ്ലീസ് സമാധാനപ്പെടും. നീ എന്താ വീണ്ടും ഓരോ നശിപ്പിക്കാണോ? അയ്യോ, ഞാനല്ല, ആരോ മോനെ അത് പൊട്ടിച്ചത്. ആരോ? എന്താ ഇത് കുട്ടികളെ പോലെ ആരോ? എന്താ നിന്റെ പ്രോബ്ലം? എനിക്ക് കെയർ ടേക്കറിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എന്റെ പെങ്ങളെ ഇഷയെ തിരിച്ചു കിട്ടിയാൽ മതി. ഈഷ ഇനി ഈ വീട്ടിൽ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ കെയർ ടേക്കറെ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനാണ്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് അവസരം തരാം. ഈ ഫയലിൽ കെയർ ടേക്കറായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും പേരുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തോ. ശരി, ഇവരെ തന്നെ വിളിച്ചോളൂ. സാർ, ഞാൻ എന്തായാലും വരാം. ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്. ആവശ്യമില്ലാതെ വെറുതെ കിടന്ന് ബഹളുണ്ടാക്കുന്ന മര്യാദയ്ക്ക് വണ്ടി കയറാൻ നോക്ക്. ഞാൻ കേറില്ല. നീ എന്ത് ചെയ്യും? നീ വലിയ ഗുണ്ടയാണെന്ന് വെച്ച് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. മാത്രമല്ല, ഇവിടെ വെച്ച് നിനക്ക് എന്നെ ഭരിക്കാനും സാധിക്കില്ല, മനസ്സിലായോ? ശരി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ കൂടെ വരാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ വരില്ല. മാറി നിൽക്ക് മുന്നീന്ന്. മോളുടെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. ഈ കല്യാണം തന്നെ ഒരു കള്ളമായിരുന്നു. അതുകൊണ്ട് മോൾക്ക് എവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സരളച്ചേട്ടത്തി ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആളാണ്. അവരാണ് ഞങ്ങളെ ഒരേ നൂലിൽ കോർത്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ അവർ ആശുപത്രിയിലാണ്. സൂരജിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ വലിയ വാശിയില്ല. സൂരജിന്റെ ഭാര്യ മുന്നിൽ വരാതെ അവരൊരു ചികിത്സയ്ക്കും തയ്യാറാവില്ലെന്ന്, മരുന്നും കഴിക്കില്ലെന്ന്. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഒരു തവണ, ഒരേ ഒരു തവണ നീ വന്ന് സരളച്ചേട്ടത്തെ ഒന്ന് കാണും. പിന്നെ നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യ. അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അമ്മായിയമ്മയാവുമ്പോ മരുമകള് മുഖം കാണിക്കാൻ വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടല്ലോ. ദേ ഇത് കണ്ടോ, എന്റെ കയ്യില് ആകെയുള്ളത് ഈ ഒരു മോതിരോ. അല്ലെങ്കിൽ തന്നെ എനിക്കെന്തിനാ? അത് നമ്മുടെ പാപം വിദ്യക്ക് തന്നെ ഇരിക്കട്ടെ. നന്നായിട്ടില്ലേ? മരുമകള് വിദ്യയാണെന്ന് കരുതിയിട്ടോ വല്യമ്മ ഇത്രയും സന്തോഷിക്കുന്ന. ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വിദ്യയല്ല ഇഷയാണെന്ന് വല്യമ്മ അറിഞ്ഞ പിന്നെ വല്യമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ വരാം. എന്റെ കാല്. ഹലോ, നിന്നെ കെയർ ടേക്കർ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിനക്ക് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ചേച്ചിയമ്മേ, ആരോടാ ചേച്ചിയമ്മ താങ്ക് യു ഒക്കെ പറയുന്നേ? ആരെങ്കിലും ബോയ് ഫ്രണ്ടിനോടാണോ? നീ ആരാ? ചാരനാണോ എല്ലാ കാര്യം ചോദിക്കാൻ? കാരണം എന്റെ ചേച്ചിയമ്മ ഇങ്ങനൊന്നും അല്ല. എന്തായാലും ഈ കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചെല്ല്, മുത്തശ്ശി എടുത്തോട്ട് ചെല്ല്. ഒന്നും പിടി കിട്ടുന്നില്ല.
ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇനി എൻ്റെ ജോലിയുടെ കാര്യം കൂടെ പറഞ്ഞ് കൂടുതൽ പ്രശ്നമാക്കണം. അല്ലെങ്കിൽ തന്നെ സൂരജ് ചേട്ടൻ ഇഷയേട്ടത്തെ വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞാൽ വല്യമ്മ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ ഞാൻ ഇനി ഗുലാബ് മാൻഷനിലാ ജോലി ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അയ്യോ പ്ലീസ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കരുത് പ്ലീസ്. മോളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവളല്ല. ബന്ധങ്ങൾ മുറിച്ചു കളയുമ്പോൾ മനസ്സിലുള്ള വിഷമങ്ങൾ തീരുമെങ്കിൽ ഞാനും ചില ബന്ധങ്ങൾ എന്നെ അറുത്തെറിഞ്ഞേനെ. ചില ബന്ധങ്ങൾ എങ്ങനെ കളയാൻ പറ്റില്ല. ചില ഉത്തരവാദിത്തങ്ങളെ തൽക്കാലം മോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ ചില ചുമതലകൾ നിറവേറ്റാനായി എനിക്ക് മോളുടെ സഹായം ആവശ്യമുണ്ട്. അങ്കിൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ കരയരുത് പ്ലീസ്. എൻ്റെ അച്ഛൻ എൻ്റെ പിടിവാശിക്ക് മുന്നിൽ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നിട്ടുള്ളതാ. എന്നാൽ ഇദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാ. ഇദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടിട്ട് എങ്ങനെ പോകാനും? വേണ്ടപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്ക് നന്നായി മനസ്സിലാവും. വരൂ, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറാണ്. അയ്യോ എന്റെ ഭഗവാനെ, ഇന്ന് എന്റെ സൂരജും വിദ്യയും ഭാര്യ ഭർത്താക്കന്മാരായി എന്റെ മുന്നിൽ വരാൻ പോവാ. ആരുടെയും കണ്ണു പറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് വന്നാലുടനെ ആര്യത ഒഴിഞ്ഞു വെക്കണം. എന്നിട്ട് വിദ്യ എന്റെ മുന്നിലിരുത്തി ആ മോതിരം കയ്യിലിട്ട് കൊടുക്കണം. എന്റെ ഭഗവാനെ, എന്തായാലും അനുഗ്രഹിച്ചല്ലോ. എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഈശ മേഡത്തിനെ കാണുമ്പോൾ വല്യമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? സൂരജ് നിൽക്ക്. അമ്മയുടെ മുന്നിലേക്ക് ഇഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാവില്ല അല്ലേ? അതെ, എടുത്തി പറയുന്നത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ഈ ദുപ്പട്ട കൊണ്ട് മുഖം അങ്ങ് മറയ്ക്കാം. പക്ഷെ ഇതിലൂടെ ഇവരുടെ മുഖം ശരിക്കും കാണാം. അങ്ങനെ മുഖം മറിച്ചിട്ട് എന്താ കാര്യം? മുഖം കാണിക്കുമ്പോ കൊടുക്കേണ്ട സമ്മാനം വരെ എടുത്തു വെച്ചിട്ടായിരിക്കുന്നേ. അപ്പൊ പിന്നെ മുഖം കാണിക്കാതെ പറ്റൂ? അതെ ശരിയാണ്. എന്നാലും പെട്ടെന്നുള്ളൊരു ഞെട്ടലങ്ങ് ഒഴിവാക്കാലോ. നീ അതിട്ടോ. ഇട്ടോ. നിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നിക്ക്, ഞാനിപ്പോ വരാം. ഇതാ, ഇത് കൊള്ളാം. ഹോസ്പിറ്റലിലെ അമ്പലത്തിലുള്ള പട്ട. അവിടെ നിങ്ങൾ എല്ലാവരും പുറത്തു നിന്ന് എന്ത് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? വേഗം ഒന്ന് അകത്തോട്ട് വായോ. ഞാനിവിടെ കാത്തിരിക്കോ. ഇനിയാണ് രസം. അമ്മായിയമ്മയ്ക്ക് ഇടിവെട്ട് മാത്രമല്ല, ഇനി പാമ്പേടിയുടെ കിട്ടും. ഇതിന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചാലോ? ഇനി ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയില്ലെങ്കിലോ? എന്റെ ഭഗവാനെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ എന്റെ മരുമകളായിട്ട് കാണാൻ കഴിഞ്ഞല്ലോ. വാ, ഇവിടെ ഇരിക്കേ. വല്യമ്മ പ്ലീസ്, അത് ഉയർത്തി നോക്കരുത്.
ഈശ്വര, എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. അയ്യോ അമ്മേ, എന്താ ചേട്ടത്തി, ജാനകി ആന്റി, ചേട്ടത്തി, ചേട്ടത്തി, എന്താ പറ്റി? ചേട്ടത്തി, ചേട്ടത്തി, അമ്മേ, ഇതിപ്പോ എന്താ ഉണ്ടായത്? ആകെ കൊളമായല്ലോ. മഹാഭാരതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൂർക്കം വലിക്കുന്ന എന്തിനാ? കുംഭകർണനെ പോലെ. ഡോക്ടറിനെ വിളിക്ക്. ചേട്ടത്തി, ചേട്ടത്തി, നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ കൂടി നിൽക്കുന്നേ? മാറിക്കേ, എല്ലാരും ഒന്ന് മാറി നിന്നേ. അവര് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉറക്കഗുളി കൊടുത്തിട്ടുണ്ട്. അവർ ഉറങ്ങട്ടെ. ഉറക്ക ഗുളിക അത് ശരി. അപ്പൊ വല്യമ്മ ഇഷേട്ടത്തിയുടെ മുഖം കാണുന്നതിന് മുമ്പേ ഉറങ്ങിപ്പോയതാണോ? താങ്ക് ഗോഡ്, അത് നന്നായി. എന്നാലും ഇത് എത്ര ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? ജാനകി എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഇനിയിപ്പോ എന്റെ മുഖം കാണുന്ന ദിവസം എന്തൊക്കെ പുകിലാണോ എന്തോ ഉണ്ടാകാൻ പോകുന്നത്. ഇവരുടെ മകനെ വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി ഞാനാണെന്ന് അറിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നോ. അങ്കിൾ, ഇനി ഞാൻ പൊക്കോട്ടെ?